വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഡിസംബർ സൈക്കിള് നമ്മുടെ തൊട്ട് മുൻപിലായിട്ടുണ്ട്. നമുക്കതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷങ്ങളിൽ 2017, 18 കാലഘട്ടങ്ങളിലെ നെറ്റിൽ ചോദിച്ചു പോയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആദ്യം 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Who is the only one of Milton's contemporaries to be mentioned by name in Paradise Lost? മിൽട്ടന്റെ ഏത് കണ്ടംപററിയാണ്, ഒരു കണ്ടംപററിയെ മാത്രമേ എന്തിലുള്ളൂ, പാരഡൈസ് ലോസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ളൂ, പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ളൂ, അതാരാണ്? Who is the only one of Milton's contemporaries to be mentioned by name in Paradise Lost? Option A, Francis Bacon. Option B, Johannes Vermeer. Option C, Galileo. And option D, King Charles II. അതായത് നമുക്കറിയാം മിൽട്ടന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് എന്ത്, പാരഡൈസ് ലോസ്റ്റ്. അത് എന്താണ്, ദൈവത്തിന്റെ വഴി മനുഷ്യരിലേക്ക് എത്തിക്കുക, ദൈവത്തിന്റെ മാർഗം മനുഷ്യനെ കാണിച്ചു കൊടുക്കുക, ടു ടീച്ച് മാൻ ഓഫ് ദ വേസ് ഓഫ് ഗോഡ് എന്നുള്ള ഉദ്ദേശം കൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ് പാരഡൈസ് ലോസ്റ്റ്. അതിൽ അദ്ദേഹത്തിന്റെ ഏത് കോണ്ടംപററിയുടെ പേരെടുത്താണ് വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ആരായിരിക്കും? ആൻസർ ഗലീലിയോ ആണ്. ഗലീലിയോയാണ് പാരഡൈസ് ലോസ്റ്റില് ജോൺ മിൽട്ടൺ പേരെടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത്. എവിടെയാണ്? ബുക്ക് 1 ലൈൻസ് 225 മുതൽ 229 വരെയുള്ള ഏരിയയിലാണ് എന്ത്, ഗലീലിയോയെ പറ്റി മെൻഷൻ വന്നിരിക്കുന്നത്. അദ്ദേഹം പാരഡൈസ് ലോസിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, റിലീജിയസ്നെസ്, പയസ്നെസ്, അല്ലെങ്കിൽ കാത്തലിസിസമായിട്ട് ഒരു ഡിവോട്ട് കാത്തലിക് ആയിരുന്നു ജോൺ മിൽട്ടൺ. അദ്ദേഹം ബിലീഫ്സിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വിശ്വാസത്തെ പറ്റി മനുഷ്യന് പ്രീച്ച് ചെയ്യുന്ന ഒരു വർക്കായിട്ടാണ് പാരഡൈസ് ലോസ്റ്റ് എഴുതിയിരുന്നത്. അതിലെങ്ങനെയാണ് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഗലീലിയെ പോലുള്ള സയൻസിന് ഒപ്പം നിന്നുകൊണ്ട് റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന ഗലീലിയെ പോലുള്ള ഒരാളെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സെയ്റ്റന്റെ ഷീൽഡിനെ ഗലീലിയോയുടെ ടെലിസ്കോപ്പിൽ കൂടെ കാണുന്ന എന്തായിട്ടാണ് അവിടെ കണ്ടിരിക്കുന്നത്, ചന്ദ്രനായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഗലീലിയെ ജോൺ മിൽട്ടൺ അദ്ദേഹത്തിന്റെ വർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോൺ മിൽട്ടനും ഗലീലിയും കണ്ടുമുട്ടുന്നത് 1630 വെച്ചാണ്. അദ്ദേഹം ഇറ്റലിയിലേക്ക് നടത്തിയ ഒരു ട്രാവലിനിടയ്ക്കാണ് കാണുന്നത്. ഈ സമയത്ത് ഗലീലി ഒളിവിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഹീലിയോസെൻട്രിക് ബിലീഫ്സിനെ ചർച്ചുമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തില് അദ്ദേഹം ഒളിവിലായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജോൺ മിൽട്ടനും ഗലീലിയും കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്തിൽ സംഭവിക്കുന്നത്, പാരഡൈസ് ലോസ്റ്റില് ഗലീലിയോയെ ജോൺ മിൽട്ടൺ മെൻഷൻ ചെയ്യുന്നത്. Lines. His case had ceased when the superior fiend was moving towards the shore. His ponderous shield, ethereal temper, massy, large and round behind him cast the broad circumference, hung on his shoulders like moon whose orb through optic glass the Tuscan artist views at evening from the top of Fiesole. എന്ന് പറയുന്നത് കൊണ്ടാണ് ഗലീലിയോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ടുസ്കൻ ആർട്ടിസ്റ്റ് ആണ് ഗലീലിയോ. അദ്ദേഹത്തിന്റെ ഒപ്റ്റിക് ഗ്ലാസിലൂടെ, ടെലിസ്കോപ്പിലൂടെ കാണുന്ന ചന്ദ്രന്റെ പ്രഭാവമാണ് സെയ്റ്റന് ഉള്ളത് എന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെയാണ് എന്ത്, നമ്മുടെ ജോൺ മിൽട്ടൺ ഗലീലിയോയെ പാരഡൈസ് ലോസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗലീലിയോ മാത്രമാണ് പാരഡൈസ് ലോസ്റ്റിൽ ഡയറക്റ്റ് മെൻഷൻ ചെയ്യപ്പെടുന്ന ജോൺ മിൽട്ടന്റെ സമകാലീനൻ. Now, next question. Arrange the following in their own chronological order. നെറ്റില് നമ്മൾ കൂടെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എന്ത്, ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. നമുക്ക് അവാർഡ്സ് ആയിക്കൊള്ളട്ടെ, വർക്ക്സ് ആയിക്കൊള്ളട്ടെ, ഓതേഴ്സിന്റെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ആയിക്കൊള്ളട്ടെ, അവരുടെ ജീവിതകാലത്തിന്റെ ക്രോണോളജി അനുസരിച്ച്, വർക്കിന്റെ ക്രോണോളജി അനുസരിച്ച്, അവാർഡ് കിട്ടിയതിന്റെ ക്രോണോളജി അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോഴും എക്സാംസിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ഉള്ളത്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 4 പോയംസ് ആണ്. ഇതിന്റെ പബ്ലിഷിംഗ്
ഡേറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യണം. എന്തൊക്കെയാണ്? എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അഡോണൈസ്, തൈർസിസ് ആൻഡ് ഇൻ മെമ്മോറിയം. ഈ 4 പോയംസിനെ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എങ്ങനെയാണ്? എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അഡോണൈസ്, തൈർസിസ്, ഇൻ മെമ്മോറിയം. ഈ ഓർഡർ ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ഇൻ മെമ്മോറിയം, അഡോണൈസ് ആൻഡ് തൈർസിസ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അഡോണൈസ്, ഇൻ മെമ്മോറിയം, തൈർസിസ്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ഇൻ മെമ്മോറിയം, തൈർസിസ് ആൻഡ് അഡോണൈസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ക്വസ്റ്റ്യന് തന്നെ മനസ്സിലാവും എന്താണ്. എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ആണ് ആദ്യമായിട്ട് പബ്ലിഷ് ആയിട്ടിരിക്കുന്ന വർക്ക്. ബാക്കിയുള്ളത് ഏത് ഇയേഴ്സിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ തന്നിരിക്കുന്ന പോയംസ് എല്ലാം എന്താണ്, എല്ലാം എലജികളാണ്. നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് കൂടെ നോക്കാം. കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് പോകുന്നത്? എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അഡോണൈസ്, ഇൻ മെമ്മോറിയം ആൻഡ് തൈർസിസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അഡോണൈസ്, ഇൻ മെമ്മോറിയം, തൈർസിസ്. ഇതാണ് എന്ത് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ. നമുക്കിനി ഇതിന്റെ ഏതൊക്കെ വർഷമാണെന്ന് നമുക്ക് നോക്കാം. എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എഴുതിയിരിക്കുന്നത് 1751 തോമസ് ഗ്രേ ആണ്. പേഴ്സി ബിഷ് ഷെല്ലി ആണ് 1821. അഡോണൈസ് എഴുതിയിരിക്കുന്നത് 1850 ആൽഫ്രഡ് ലോർഡ് ടെനിസൺ ആണ്. ഇൻ മെമ്മോറിയം എഴുതിയിരിക്കുന്നത് 1866 മാത്യു ആർണൾഡ്. തൈർസിസ് എഴുതിയിരിക്കുന്നത്. ഇതിലെല്ലാം നമുക്കറിയാം ഇതെല്ലാം എന്താണ്, എലജികളാണ്. ഇതില് ഇൻ മെമ്മോറിയം ആയിക്കോട്ടെ WB ഈറ്റ്സിനെ പറ്റി ആൽഫ്രഡ് ലോർഡ് ടെനിസൺ എഴുതിയിരിക്കുന്നതാണ്. മാത്യു ആർണൾഡ് എഴുതിയിരിക്കുന്നതാണ്. തൈർസിസ് പേഴ്സി ബിഷ് ഷെല്ലി എഴുതിയിരിക്കുന്നതാണ്. അഡോണൈസ് നമുക്കറിയാം വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രേവ്യാർഡ് പോയിറ്റ് ആയിട്ടുള്ള തോമസ് ഗ്രേ എഴുതിയിരിക്കുന്നതാണ്. എന്ത് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. നമുക്ക് ഇതിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. തോമസ് ഗ്രേ എന്തായിരുന്നു? തോമസ് ഗ്രേ ഒരു ട്രാൻസിഷണൽ പോയറ്റ് ആയിരുന്നു. ട്രാൻസിഷണൽ പോയറ്റ് ആയിട്ടുള്ള തോമസ് ഗ്രേ എന്താണ്, അദ്ദേഹം പ്രിഡിസസർ ടു റൊമാൻറ്റിക് ഏജ് ആയിരുന്നു. റൊമാൻറ്റിക് ഏജിന്റെ തുടക്കം കുറിച്ച അല്ലെങ്കിൽ നിയോ ക്ലാസിസത്തിൽ നിന്നും റൊമാൻറ്റിസിസത്തിലേക്കുള്ള എന്താണ് യൂറോപ്യൻ ലിറ്ററേച്ചറിന്റെ ഷിഫ്റ്റിനെ മാർക്ക് ചെയ്ത ട്രാൻസിഷണറി പോയറ്റ്സിൽ ഒരാളായിരുന്നു തോമസ് ഗ്രേ. അവിടുന്ന് ട്രാൻസിഷനായി വന്ന റൊമാൻറ്റിക് പോയറ്റ്സ് ആണ് നമുക്ക് കാലഘട്ടത്തിന് ശേഷം വീണ്ടും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുമായിട്ട് നമ്മുടെ സാമുവൽ ടൈലർ കോളറിഡ്ജിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസോടുകൂടി റൊമാൻറ്റിക് പോയറ്റ്സ് തുടങ്ങി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ക്രൊണോളജി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന്. നമുക്ക് ഏജിനെ പറ്റിയുള്ളൊരു ബോധ്യവും ഇതിൽ ഏത് ടൈപ്പ് പോയംസ് ആണ് ഇത് എന്നുള്ളതും അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈൽഡ് ഗസ് ഓർഡറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് ഓരോ പോയത്തിൻ്റെയും പബ്ലിഷിംഗ് ഇയേഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിങ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ 1751 എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, 1821 പേഴ്സി ബിഷ് ഷെല്ലി എഴുതിയിരിക്കുന്ന അഡോണൈസ്, 1850 ഇൻ മെമ്മോറിയം, 1866 തൈർസിസ്. Now that's second question, and moving on to third question. Samuel Taylor Coleridge's Dejection and Ode opens with an epigraph which is a reference to a ballad. Identify the ballad. നമുക്കറിയാം സാമുവൽ ടൈലർ കോളറിഡ്ജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയംസിൽ ഒന്ന് തന്നെയാണ്, ഒരു ഓഡ് തന്നെയാണ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ കാൽപ്പനികതയെയും വാസനകളെയും പറ്റി എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മടുപ്പ്, എഴുതാനുള്ള വിരസതയെ പറ്റിയൊക്കെ അദ്ദേഹം കുറിച്ചിരിക്കുന്ന പോയമാണ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. അതിന്റെ എപ്പിഗ്രാഫ്, അതിന്റെ ആരംഭം. എപ്പിഗ്രാഫ് ഇറ്റ്സ് എ റെഫറൻസ് ടു എ ബാലഡ്. ഒരു ബാലഡിനോടുള്ള ഒരു റെഫറൻസ് ആണ്. ഇതിൽ ഏത് ബാലഡ് ആണ് അതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ബാലഡ് ഓർ സർ പാട്രിക് സ്പെൻസ്, ബാലഡ് ഓൺ ദ ഗിബറ്റ് ആൻഡ് ബാലഡ് ഓഫ് ദ ഗോഡ്ലി ഫെയർ. ഇതിൽ ഏത് ബാലഡ് ആണ് എന്തിന്റെ ഡിജക്ഷൻ ആൻഡ് ഓഡിന്റെ എപ്പിഗ്രാഫ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ എന്താണ് കറക്റ്റ് ആൻസർ? ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ് ആണ് റൈറ്റ് ആൻസർ. പാട്രിക് സ്പെൻസിനെ പറ്റിയുള്ള ഒരു ബാലഡ് ആണ് ബാലഡ് ഓഫ് പാട്രിക് സ്പെൻസ്. ഇതൊരു അൺനോൺ ഓതർ ആയിട്ടുള്ള
ഒരു ബാലഡാണ് ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്. ഡിജക്ഷൻ ആൻഡ് ഓർഡർ 1802 എഴുതപ്പെടുകയും 1807 പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തീം എന്താണ്? ഡിജക്ഷന്റെ തീം എന്താണ്? ഫീലിംഗ്സ് ഓഫ് ഡിജക്ഷൻ, ലോസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ഇമോഷണൽ നംനെസ്. എന്താണ്? വൈകാരികമായിട്ടുള്ള നംനെസ്സും അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ഇല്ലായ്മയും അദ്ദേഹത്തിന്റെ എന്താണ് ഡിജക്ഷനും ഒക്കെയാണ് അദ്ദേഹം എന്തിൽ കാണിച്ചിരിക്കുന്നത്? ഡിജക്ഷൻ ആൻഡ് ഓർഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ തീമിനെ എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന എപ്പിഗ്രാഫാണ് എപ്പിഗ്രാഫിലാണ് എന്തിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്? ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസിനെ പറ്റി എന്ത് ചെയ്തിരിക്കുന്നത്? റെഫറൻസിലായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ സർ പാട്രിക് സ്പെൻസിനെ പറ്റിയുള്ള ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്? It's late yesterday I saw the new moon with the old moon in her arms, and I fear my master dear, we shall have a deadly storm എന്നുള്ളതാണ് എന്ത് റെഫറൻസ് ഗിവൺ ടു ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്. ഇതിൽ എന്താണ്? ദിസ് ഇസ് എ ട്രഡീഷണൽ സ്കോട്ടിഷ് ബാലഡ്. ഇതൊരു ട്രഡീഷണൽ സ്കോട്ടിഷ് ബാലഡാണ്. അതിന്റെ ഓതറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അനോണിമസ് ആണ്, അനോണിമിറ്റിയിലാണ് ഇതിലുള്ളത്. നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് വർക്ക്സ് പോലെ തന്നെ ഇതൊരു ബാലഡ് ആയതുകൊണ്ട് തന്നെയും ട്രഡീഷണൽ സ്കോട്ടിഷ് ബാലഡ് ആയതുകൊണ്ടേയും ഇതിന്റെ ഓതർ ആരാണെന്നുള്ളതിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ നോബിൾ നൈറ്റ് സർ പാട്രിക് സ്പെൻസ്. എന്താണ്? സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ഒരു നോബിൾ നൈറ്റ്, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ രാജാവ് എന്ത് ചെയ്യുകയാണ്? ഒരു കടൽ യാത്രയ്ക്ക് എന്ത് ചെയ്യുകയാണ്? കമാൻഡ് ചെയ്യുകയാണ്. ആൻഡ് സർ പാട്രിക് സ്പെൻസ് നോസ് ദാറ്റ് there is going to be a storm and he is going to perish there. അങ്ങനെ നാശം അല്ലെങ്കിൽ നശ്വരത മുന്നിൽ കണ്ടുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു ട്രാവലിനെ പറ്റിയുള്ള ബാലഡാണ് ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്. അവര് ഈ യാത്രയിൽ എന്ത് ചെയ്യുകയാണ്? അവർ ഈ യാത്രയിൽ അവസാനം മരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇംപെൻഡിങ് ഡേഞ്ചറിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇംപെൻഡിങ് ത്രെട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന കാര്യങ്ങളെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ യാത്രകളെ പറ്റിയാണ്, ഉറപ്പായിട്ടുള്ളൊരു മരണത്തിലേക്കുള്ള യാത്രയെ പറ്റിയുള്ളതാണ് ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്. അങ്ങനെയുള്ള ഒരു തീം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പോയറ്റിന്റെ ഫീലിംഗ്സ് ഓഫ് ഡിജക്ഷൻ, ലോസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ഇമോഷണൽ നംനെസ്സിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ആണ്. This foreshadows the themes of inner turmoil and emotional upheaval that Coleridge explores in the poem. അദ്ദേഹത്തിന്റെ പോയത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തീംസ് എന്നാണ് ഇന്നർ ടെർമോയിൽ, ഇമോഷണൽ അപ്ഹീവൽ. ഇതിനെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയാണ് എന്തിനുള്ളത്? ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസിലുള്ളത്. അതിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഊന്നി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോയറ്റ് എപ്പിഗ്രാഫിൽ ഇത് ഉൾക്കൊള്ളിക്കുന്നത്. Now, two of the following words were borrowed from French after the Norman Conquest. നോർമൻ കോൺക്വസ്റ്റിന് ശേഷം രണ്ട് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? ഫ്രഞ്ചിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്. മട്ടൺ, പോർക്ക്, ഷീപ്പ്, സ്വൈൻ. ഇതിൽ ഏത് രണ്ട് വാക്കുകളാണ് അത്? ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 4, ഓപ്ഷൻ ഡി 3 and 4. ഇതിലേതാണ്? മട്ടൺ, പോർക്ക്, ഷീപ്പ്, സ്വൈൻ. ഇതിൽ ഏത് രണ്ട് വാക്കുകളാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ 1 and 2, മട്ടൺ ആൻഡ് പോർക്ക്. അതിന്റെ ഒറിജിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മട്ടൺ derived from the old French word mouton meaning sheep, but it came to refer specifically to the meat of sheep. എന്നാണ് ഓൾഡ് ഫ്രഞ്ചിൽ ഷീപ്പിനെ റെഫർ ചെയ്തുകൊണ്ടിരുന്ന വാക്കായിരുന്നു മോട്ടോൺ. പക്ഷേ അത് നമ്മൾ കടമെടുത്ത് ചെയ്തപ്പോൾ, ബോറോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഷീപ്പിന്റെ മീറ്റിനെ റെഫർ ചെയ്യുന്ന ഒരു വാക്കായിട്ട് മാറി. അടുത്തത് പോർക്ക് derived from old French words pork, porc, pork, which means pig. അതും പിഗിനെ റെഫർ ചെയ്തിരുന്ന ഓൾഡ് ഫ്രഞ്ച് വാക്കിനെ നമ്മൾ എന്ത് ചെയ്തു? സ്പെസിഫിക് ആയിട്ട് ദ മീറ്റ് ഓഫ് പിഗ്സ് എന്ന റെഫറൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ബോറോ ചെയ്ത് പോർക്കായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് വാക്ക് നമ്മൾ എവിടെ എടുത്തിരിക്കുന്നത്? ഫ്രഞ്ചിൽ നിന്നും കടമെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഷീപ്പ് ആയിക്കൊള്ളട്ടെ, സ്വൈൻ ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടും ഓൾഡ് ജർമാനിക് ഒറിജിൻ ആണ്. സ്കീപ്പ്, സ്വീൻ എന്ന് പറയുന്ന ഈ രണ്ട് ജർമ്മൻ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന, നമ്മൾ കടമെടുത്തിരിക്കുന്ന വാക്കുകളാണ് ഷീപ്പ് ആൻഡ് സ്വൈൻ. Now moving on. Last question. Keats, La Belle Dame sans Mercy combine in two poetic forms. La Belle Dame sans Mercy രണ്ട് പോയറ്റിക് ഫോംസിന്റെ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെയാണ്? ലിറിക്, ഡ്രമാറ്റിക് മോണോലോഗ്, ബാലഡ്, സോണറ്റ്. ഇതിൽ ഏതൊക്കെ
പോയറ്റിക് ഫോംസിന്റെ കോമ്പിനേഷനാണ് ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ നോക്കാം. എന്താണ്? ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 3 ആൻഡ് ഓപ്ഷൻ ഡി 2 and 4. എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓപ്ഷൻ 1 and 3. ലിറിക് ആൻഡ് ബാലഡ്. ലിറിക്കിനെയും ബാലഡിനെയുമാണ് എന്തിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? കീറ്റ്സ് അദ്ദേഹത്തിന്റെ ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്ന പോയത്തില് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ലിറിക്? ലിറിക് എന്ന് പറഞ്ഞാൽ സംതിങ് പോയറ്റിക് വർക്ക് ദാറ്റ് എക്സ്പ്രസസ് എ പേഴ്സണൽ ഇമോഷൻസ് ഓർ തോട്ട്സ് ഓഫ് എ സ്പീക്കർ. ആണ് ഒരു എന്താണ് സ്പീക്കറിനെ പേഴ്സണൽ തോട്ട്സിനെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യുന്നതാണ് ലിറിക്. എന്താണ് ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഇമോഷണൽ ഫീലിംഗ്സ് ഓഫ് ദ നൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേ ദ സെൻസ് ഓഫ് മെലാങ്കൊളി, ലോങ്ങിങ് ആൻഡ് എൻചാൻമെന്റ് ഫെൽറ്റ് ബൈ എന്താണ് നമ്മുടെ നൈറ്റ് ഇൻ ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി. ബാലഡ് എന്താണ്? ബാലഡ് ഇസ് എ നറേറ്റീവ് പോയം ദാറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫൺ ഇൻ എ സ്ട്രേറ്റ് ഫോർവേഡ് ഓർ ഡ്രമാറ്റിക് വേ. എന്നാണ് ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നറേറ്റ് ചെയ്യുന്ന സ്റ്റോറിയെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടോ ഡ്രമാറ്റിക് ആയിട്ടോ പ്രസന്റ് ചെയ്യുന്ന പോയറ്റിക് ഫോമിനെയാണ് നമ്മൾ ബാലഡ് എന്ന് വിളിക്കുന്നത്. ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സിയുടെ ഫോം എങ്ങനെയാണ്? ഇറ്റ്സ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് എ നൈറ്റ് ഹു എക്കൗണ്ടേഴ്സ് എ മിസ്റ്റീരിയസ് ആൻഡ് എൻചാന്റിങ് വുമൺ. അദ്ദേഹം അതൊരു ഈ ലാ ബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്ന പോയം മുമ്പോട്ട് പോകുന്നത് ഒരു എന്താണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെ ഒരു ബാലഡ് ആയിട്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിറിക് ആയത് പുള്ളിയുടെ പേഴ്സണൽ ഇമോഷൻസ് വരുന്നത് കൊണ്ട്, ബാലഡ് ഇതിന്റെ നറേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് കൊണ്ട്. ആൻഡ് വൈ നോട്ട് ഡ്രമാറ്റിക് മോണോലോഗ്? കാരണം നമ്മൾ ആദ്യം ലിറിക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഴ്സണൽ ഇമോഷൻസും തോട്ട്സ് ഓഫ് സ്പീക്കറും ഇത് തന്നെയാണ് എന്തിലും വരുന്നത്? ഡ്രമാറ്റിക് മോണോലോഗിൽ വരുന്നത്. പക്ഷെ ഡ്രമാറ്റിക് മോണോലോഗ് ആണെങ്കിൽ എന്ത് വേണം? there should be a silent listener. ഇവിടെ ഒരു സൈലന്റ് ലിസണർ ഇല്ല. സൈലന്റ് ലിസണറിനോട് പറയുന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ മാത്രമേ അത് എന്താകത്തുള്ളൂ? ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആകത്തുള്ളൂ. സോണറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എത്രയുണ്ട്? 14 ലൈൻഡ് പോയമാണ്. ഇറ്റ്സ് സോഷ്യലി റിട്ടൺ ഇൻ അയാംപിക് പെന്റാമീറ്റർ and there are English and Italian Shakespearean or Petrarchan sonnets, but the poem structure doesn't follow the structure of that of a what? Of a sonnet. നമുക്ക് അറിയാം ഡിസംബർ സൈക്കിള് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രൊഫഷണൽ റെസ്പോൺസസ് അനുസരിച്ചും അനലിറ്റിക്സ് അനുസരിച്ചും ഡിസംബർ സൈക്കിൾ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ളതായിരിക്കും എന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്സ് അനുസരിച്ച് നമുക്ക് എന്താണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നെറ്റും അതിനോടൊപ്പം തന്നെ JRFും ക്രാക്ക് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് മുമ്പിലുള്ളത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 120 days UGC നെറ്റ് ബാച്ച് നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട്സ്, PYQ ഡിസ്കഷൻസ്, കോൺസ്റ്റന്റ് മെന്റർഷിപ്പ് ആൻഡ് പേപ്പർ 1 പേപ്പർ 2 സ്പെഷ്യലൈസ്ഡ് ക്ലാസ്സസ് എല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസംബറിൽ തന്നെ നെറ്റ് മാത്രമല്ല JRFും ക്രാക്ക് ചെയ്യാം. നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ 120 days ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നെറ്റ് JRF എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം നമുക്ക് ഏറ്റവും വേഗം തന്നെ CCയോടൊപ്പം നേടിയെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്കിവിടെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക്